കേരളത്തിലെ മണ്ഡല പ്രാദേശിക കേന്ദ്രങ്ങളിൽ വിപുലമായ ഹിന്ദു സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് RSS. 2025 നവംബർ മുതൽ 2026 ജനുവരി വരെ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ വീടുകളിലും എത്തും വിധം ജനസമ്പർക്ക പരിപാടിയും സംഘടിപ്പിക്കും. ശതാബ്ദി വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പരിപാടികൾ. കേരളത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ശാഖകളുടെ എണ്ണത്തിൽ വർധനവുണ്ടെന്നും RSS ഉത്തര കേരള പ്രാന്ത കാര്യവാഹ് PN ഈശ്വരൻ പറഞ്ഞു. 2025 വിജയദശമി മുതലാണ് RSS ശതാബ്ദി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാവുക. വിജയദശമിയുമായി ബന്ധപ്പെട്ട് 2 നഗരതലങ്ങളിൽ പൂർണ്ണ ഗണവേഷധാരികളും പൊതുസമൂഹവും പങ്കെടുക്കുന്ന പരിപാടികൾ നടക്കും. കേരളത്തിൽ 2025 നവംബർ മുതൽ 2026 ജനുവരി വരെ എല്ലാ ഗ്രാമങ്ങളിലും വീടുകളിലും എത്തുന്ന വിപുലമായ ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിക്കും. സമാജ പരിവർത്തനം ലക്ഷ്യം വെച്ച് സംഘം മുന്നോട്ട് വെക്കുന്ന പഞ്ചപരിവർത്തനം എന്ന ആശയം എല്ലാവരിലും എത്തിക്കുകയാണ് സമ്പർക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ദേശീയ വിഷയങ്ങളിൽ സമൂഹത്തിന് ശരിയായ ആശയങ്ങൾ പകരാൻ ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രമുഖ വ്യക്തികളെ പങ്കെടുപ്പിച്ച് വിചാരസഭകൾ നടത്തുമെന്നും RSS ഉത്തര കേരള പ്രാന്ത കാര്യവാഹ് PN ഈശ്വരൻ പറഞ്ഞു. 2025 വിജയദശമിയില് RSSന്റെ മുഴുവൻ പ്രവർത്തകരെയും വിജയദശമി ഉത്സവത്തില് പൂർണ്ണ യൂണിഫോമിൽ ഗണവേഷത്തിൽ പങ്കെടുപ്പിക്കുന്ന രീതിയിലുള്ള താലൂക്ക് തല പരിപാടികളാണ് ഉണ്ടാവുക. 2026 വിജയദശമിയില് പരമാവധി സ്ഥലങ്ങളിൽ പരമാവധി ശാഖകൾ നടത്തുന്ന ശാഖ എന്നുള്ള അടിസ്ഥാന പ്രവർത്തനത്തിന് ഊന്നിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് 2026 വിജയദശമിയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനിടയിലുള്ള ഒരു വർഷ കാലഘട്ടത്തില് 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ജനസമ്പർക്ക പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. രാജ്യത്ത് ഒട്ടാകെ ശാഖകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. 51,570 സ്ഥലങ്ങളിലായി 83,129 ശാഖകൾ നിലവിലുണ്ട്. കഴിഞ്ഞ വർഷം ഇത് 73,646 ആയിരുന്നു. ആഴ്ചയിൽ ഒരിക്കൽ നടക്കുന്ന മിലനുകൾ കഴിഞ്ഞ വർഷത്തേക്കാൾ 4,430 എണ്ണം വർദ്ധിച്ച് 32,147 ആയി. മാസത്തിൽ ഒരിക്കൽ ചേരുന്ന മണ്ഡലികൾ 12,091 എണ്ണമാണ്. കേരളത്തിലും ശാഖകളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ഏതാണ്ട് 11,200 ഗ്രാമങ്ങളായിട്ടാണ് ഭൂമിശാസ്ത്രപരമായിട്ട് കേരളത്തെ ക്രമീകരിച്ചിട്ടുള്ളത്. അതിൽ 6,039 സ്ഥലങ്ങളിൽ നമുക്ക് യൂണിറ്റ് എന്നുള്ള രീതിയിൽ ശാഖ, മിലൻ, സംഘമണ്ഡലി എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമുണ്ട് ഉത്തര കേരളത്തിലും ദക്ഷിണ കേരളത്തിലുമായിട്ട്. അങ്ങനെയുള്ളൊരു സംഘടനാ വികാസം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ശതാബ്ദിയിലേക്ക് പ്രവേശിക്കുന്നത്. ജോയിൻ RSS വഴി സംഘത്തിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. വിവിധ പരിപാടികളിലൂടെ സംഘത്തിന്റെ ആശയം സമൂഹത്തിലെ എല്ലാ മേഖലയിലും എത്തിക്കാൻ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്നും PN ഈശ്വരൻ വ്യക്തമാക്കി. കർണാടകയിലെ ചെന്നഹള്ളിയിൽ ഈ മാസം 21 മുതൽ 23 വരെ നടന്ന RSS അഖില ഭാരതീയ പ്രതിനിധി സഭയിലെ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. ജനം, കൊച്ചി.